എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന ജയറാമിൻ്റെ സിനിമ മലയാളികളെ പ്രത്യേകിച്ച് മാതാപിതാക്കളേറെ കരയിപ്പിച്ചതാണ്. ഒരു കുഞ്ഞുവാവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പല വീടുകളിലും സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നതായിരുന്നു 22 വർഷം മുൻപിറങ്ങിയ ആ ചിത്രം. അതുപോലൊരു കഥയാണ് കണ്ണൂരിൽ സംഭവിച്ചത്. കഴിഞ്ഞ രാത്രി കണ്ണൂർ പാറക്കലിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ 12 വയസ്സുകാരി കൊലപ്പെടുത്തിയതിന് കാരണം പ്രിയപ്പെട്ടവരുടെ സ്നേഹം കുറഞ്ഞതിൻ്റെ വിരോധമാണ്. വിശദമായ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കുറ്റം സമ്മതിച്ചു. മാനസിക നില കണക്കിലെടുത്ത് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകും. കുട്ടിക്ക് പരിഗണനയും സംരക്ഷണവും ആവശ്യമെന്നാണ് വിലയിരുത്തൽ. കൗൺസിലിംഗിന് ശേഷം പെൺകുട്ടിയെ 12 വയസ്സുകാരിയെ കണ്ണൂരിലെ ഗേൾസ് ഹോമിലേക്ക് മാറ്റും. കെ വി ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇതുപോലുള്ള സംഭവം നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ കണ്ണൂരിൽ നിന്ന് വന്നത്. ആദ്യഘട്ടത്തിൽ ബൈജു തന്നെ ഇന്നലെ സ്പോട്ട് ലൈവിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കുഞ്ഞിൻ്റെ, ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ കൊലപ്പെടുത്തിയതാകാം എന്ന രീതിയിലുള്ള ചില സംശയങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ 12 വയസ്സുകാരിലേക്ക് അന്വേഷണം എത്തുന്നത്. ആ കുഞ്ഞ് കുറ്റം സമ്മതിക്കുന്നു, അതിൻ്റെ കാരണങ്ങളൊക്കെ വിശദീകരിക്കുന്നു. നിലവിൽ എന്താണ് പോലീസിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ടോമെ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 2003 സിബി മലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ ആ സിനിമ അത് 2025 ആകുമ്പോൾ യാഥാർത്ഥ്യമാകുന്നു എന്നാണ് ഏറ്റവും സങ്കടകരം. ഓരോ ദിവസവും നമുക്ക് മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന അല്ലെങ്കിൽ സങ്കടകരമായ, അതല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന അത്തരം കുറ്റകൃത്യങ്ങളുടെയും മറ്റും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ. അത്തരത്തിൽ വലിയ തോതിൽ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പാപ്പനശ്ശേരിയിൽ ഉണ്ടായത്. അവർക്ക് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഒപ്പം നെഞ്ചോട് ചേർത്ത് പിടിച്ച മറ്റൊരു മകളെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ അച്ഛനും അമ്മയും ഇപ്പോഴും അവർ ആ 12 വയസ്സുകാരി ഈ ഒരു കൃത്യം ചെയ്യുമെന്ന് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് വാസ്തവം. എന്നാലും ഈ പെൺകുട്ടി ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മാനസിക നില പരിഗണിച്ച് ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഗേൾസ് ഹോമിലേക്കാണ് ഈ കുട്ടിയെ മാറ്റുക. എന്തായാലും അത്രത്തോളം സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു ഇത്. ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയെ തുടക്കത്തിൽ ഒരു സംശയിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ അച്ഛനെയും അമ്മയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് പിന്നീട് ആ മുറിക്കകത്തുണ്ടായിരുന്ന 5 പേർ മാത്രമായിരുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടിയിലേക്ക് എത്തുന്നതും വിശദമായി ചോദ്യം ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ കുട്ടി വിശദമാക്കുന്നതും. എന്തായാലും ഈ കുടുംബം അത്രത്തോളം ഈ മാതാപിതാക്കളില്ലാത്തൊരു കുട്ടിയെ തന്റെ സ്വന്തം മകളായി വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഈ പാപ്പനശ്ശേരിയിലേക്ക് വാടക വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതും മാത്രമല്ല, വലിയ തോതിൽ ആക്രി സാധനങ്ങളൊക്കെ പറക്കി ജീവിക്കുന്ന ഒരു വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുടുംബമാണ് ഇത്തരത്തിൽ 2 കുട്ടികളെയും 10 വയസ്സുള്ളയും 12 വയസ്സുള്ളയും തന്റെ സഹോദരന്റെ അനാഥരായ 2 കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. പിന്നീട് സ്വന്തം കുഞ്ഞിന്റെ തന്നെ ഇല്ലാതാക്കുന്നവരായി അവർ മാറുന്നു. അതിപ്പോഴും ആ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വാസ്തവം. അത്തരത്തിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ കുടുംബങ്ങൾക്കും ഇതൊരു പാഠമാണ്. ഇത്തരം സംഭവങ്ങൾ ഒരു പക്ഷേ ഓരോ വീടുകളിലും ഇപ്പോഴും നടക്കുന്നുണ്ടാവും. അത് ഒരു പക്ഷേ ശ്രദ്ധ നമുക്ക് അത് വരാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കുട്ടികൾ പോകുന്നതും ഒരു വലിയ വൈരാഗ്യത്തിലേക്ക് പോവുകയും അത്രത്തോളം വലിയൊരു ക്രൂരകൃത്യം ചെയ്യുകയും ചെയ്തത്. അതിൽ ഈ കുട്ടി ഇപ്പോൾ വലിയ തോതിൽ മാനസിക നില പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഒന്നും ഇനി കടക്കുന്നില്ല. ഈ കുട്ടിയെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. താനാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് എറിഞ്ഞതും പിന്നീട് ഇതേ വിവരം വീട്ടുകാരെ അറിയിക്കുന്നതും. എന്തായാലും ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ഈ കുട്ടി പോലീസ് ചോദ്യം ചെയ്യൽ സമ്മതിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ഈ കുട്ടിയെ ചോദ്യം ചെയ്യേണ്ടതില്ല. വളരെ ജാഗ്രതയോടുകൂടിയാണ് പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. അത്രത്തോളം മനസ്സിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. 2 മക്കളെയും നഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു കുടുംബം, അവരുടെ ഒരു ദയനീയാവസ്ഥ, അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് അവരും കടന്നു പോകുന്നത്. ഇത് ഓരോ കുടുംബത്തിലും ഇത്തരം ശ്രദ്ധ വേണ്ടിയിരിക്കുന്നു എന്ന ഒരു സന്ദേശം ഇതിൽ നിന്നും സൂചിപ്പിച്ചതുപോലെ ഒരു തമിഴ് കുടുംബമാണ്, തമിഴ്നാട്ടുകാരാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കണ്ണൂരിലെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവര് നാട്ടിലെത്തിയത് അന്ന് മുതൽ തന്നെ, അതായത് സഹോദരന്റെ കുഞ്ഞാണ് ഈ 12 വയസ്സുകാരി. ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ 12 വയസ്സുകാരി എന്നാണല്ലോ പുറത്തു വന്ന വിവരങ്ങൾ. ഈ എത്ര നാളായി ഈ പെൺകുട്ടി ഈ പിതാവിൻ്റെ സഹോദരനും കുടുംബത്തിനൊപ്പം താമസം തുടങ്ങിയിട്ട്? ഇവർക്കൊപ്പം, ഈ കുട്ടിക്കൊപ്പം മറ്റൊരു സഹോദരി കൂടി ഉണ്ടെന്നല്ലേ അറിയാൻ കഴിഞ്ഞത്?
തീർച്ചയായും ടോമി, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ മുത്തു എന്ന് പറയുന്ന ആളുടെ സഹോദരൻ മരണപ്പെടുന്നത്. അതോടുകൂടി ഈ രണ്ട് കുട്ടികൾ അനാഥരാവുകയായിരുന്നു. കാരണം ഇവരുടെ അമ്മ നേരത്തെ ഉപേക്ഷിച്ച് പോയതാണ്. ആരും നോക്കാനില്ലാത്ത രണ്ട് കുട്ടികൾ, അവരെ താൻ വിദ്യാഭ്യാസം നൽകി താൻ വളർത്തിക്കൊള്ളാം, തന്റെ സ്വന്തം മക്കളായി വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് ഈ പാപ്പനിശ്ശേരിയിലെ വാടക വീട്ടിലേക്ക് ഇവർ കൊണ്ടുവരുന്നത്. അതിനുശേഷം അടുത്ത വർഷം ഇവരെ പുതിയ ക്ലാസ്സിലേക്ക്, സ്കൂളിലേക്കൊക്കെ ചേർക്കാൻ വളരെ സന്തോഷകരമായ ആ രീതിയിൽ അത്രത്തോളം സ്നേഹിച്ച് ആ രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ആലോചന ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ദുരന്തം ആ വീട്ടിൽ വന്നു ചേർന്നതെന്ന് പറയേണ്ടി വരും. ഒരു ദുർബലമായ നിമിഷത്തിൽ ആ കുട്ടിക്ക് തോന്നിയ ഒരു കാര്യം, തനിക്ക് കിട്ടേണ്ട സ്നേഹം അത് ഇനി ഈ കുട്ടി വളർന്നാൽ കിട്ടാതാകുമോ എന്നൊക്കെയുള്ള ഒരു ഒരു ആദിയുടെ പുറത്ത് നടത്തിയ ഒരു കൊലപാതകം. അതോടുകൂടി ഈ കുടുംബവും ഒരു തകർന്ന അവസ്ഥയായി. കാരണം അത്രത്തോളം സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു ഇവരുടേതാണെന്നാണ് ഈ തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ പറയുന്നുണ്ടായിരുന്നത്. കാരണം ഇതൊരു അതിഥി തൊഴിലാളികൾ മുഴുവൻ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അന്നേക്കുള്ള ആഹാരം കണ്ടെത്തുന്നതിന് നിത്യ അത്തരത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന വളരെ വ്യക്തമാണ്. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്ന് ഇന്നലെയാണ് ഈ സങ്കടകരമായ വാർത്ത വന്നത്. ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ 12 വയസ്സുള്ള പെൺകുട്ടിയെ കണ്ണൂരിലെ ഗേൾസ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്.